ഈ കണ്ട വീഡിയോയിൽ, അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തിൻ്റെ മുഴുവനായുള്ളൊരു ചിത്രം, അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം തയ്യാറാക്കിയ ഡാവഞ്ചി സുരേഷാണ് എൻ്റെ കൂടെയുള്ളത്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടില്ല, പക്ഷേ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ തന്നെയാണ്, ചാനലിലൂടെയൊക്കെ തന്നെയാണ് ഇതെല്ലാം കാണുന്നത്. ശരിക്കൊരു 7 കിലോമീറ്റർ ദൂരമുണ്ട്. വെള്ളരിപ്പാറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം വന്നിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ഈ പുഞ്ചിരിമുട്ടവും അതുപോലെ തന്നെ മുണ്ടകൈ പ്രദേശമൊക്കെ ഇവിടെയാണ്. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോയതിന് ശേഷമാണ് സ്കൂളും കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ചൂരൽമല ഭാഗത്തുള്ള ഒരു പോലുള്ള വളഞ്ഞൊരു പുഴ പോലെ ഒഴുകുന്ന ഒരു പഴയ പുഴയുടെ മുകളിലൂടെയാണ് ഇത് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു 7 കിലോമീറ്ററോളം ദൂരം ശരിക്കും ഉണ്ട്. അപ്പം അത്രയും വലിയൊരു അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഒരു സാധാരണക്കാരന് പോലും കണ്ടാൽ മനസ്സിലാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് നമ്മളത് ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു സഹായം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ആരെങ്കിലും ഈ ഒരു ശില്പം ഏറ്റെടുക്കുമെന്നാണ് കരുതുന്നത്. ആരാണോ അതിന് തയ്യാറാവുന്നത് അവർക്ക് നമ്മളിത് കൈമാറിയതിന് ശേഷം അവരിൽ നിന്ന് കിട്ടുന്ന തുക അവരോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് 16 അടി നീളത്തിലാണിത് ചെയ്തിരിക്കുന്നത്. 4 അടിയോളം വീതിയുണ്ട്. ശരിക്കും നമ്മളുടെ 8x4 പ്ലൈവുഡിൻ്റെ ഒരു ഷീറ്റിൻ്റെ വലുപ്പം കണ്ടല്ലോ, അങ്ങനത്തെ ഒരു 2 ഷീറ്റിലാണ് ബോർഡടിച്ച് 2 സ്ക്വയർ പൈപ്പൊക്കെ വെച്ച് ബോർഡടിച്ചിട്ട് പ്ലൈവുഡ് വിരിച്ച് അതിന് മുകളിൽ തെർമോക്കോൾ പോളിഫോം വെച്ചിട്ട് ആണ് ഈ മലകളെല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും ഈ ചെളിയൊക്കെ ശരിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ഇത് നമ്മൾ ഇതിന്റെ മുകളിലൂടെ പോളിഫോമിൽ ഇത് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഫൈബർ കെമിക്കൽ ഇതിന് വേണ്ടിയിട്ട് മൊത്തമായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഇത് ഈ പുഴയൊക്കെ പെയിന്റ് തന്നെയാണ്. എന്തെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു പണം ഉൾപ്പെടെയുള്ളവ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി വയനാടിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയുള്ള ഒരു കൈത്താങ്ങാകുന്നതിൽ ഒരു ഭാഗഭാക്കാകാൻ കൂടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. MS ലിഷോയ് തന്നെ ചേരുന്നുണ്ട്. ലിഷോയ്, അത് കാണുമ്പോൾ ആ പ്രദേശത്ത് നിന്ന് കാണുന്ന ദൃശ്യങ്ങളുമായിട്ട് ഒരുപാട് സാമ്യം തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പദ്ധതികൾ? ആരെങ്കിലും ഒക്കെ സമീപിക്കുന്നുണ്ടോ? ഡാവഞ്ചി സുരേഷ് നേരത്തെയും ഒരുപാട് ശില്പങ്ങളും ചിത്രങ്ങളും കലാരൂപങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കിയേറെ പ്രശസ്തനായ വ്യക്തി തന്നെയാണ്. ഈ പ്രളയ സമയത്തും 2018 പ്രളയത്തിൽ കേരളം ആകെ മുങ്ങിയ അതിനുശേഷം അതിജീവനത്തിൻ്റെ ഒരു സമയത്തും അദ്ദേഹം സമാനമായ രീതിയിൽ ഈ പ്രളയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ശില്പം ഉണ്ടാക്കുകയും ഒരു കലാരൂപം ഉണ്ടാക്കുകയും അത് പിന്നീട് ലളിതകലാ അക്കാദമി എല്ലാം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അന്നും ഈ ഇത്തരത്തിൽ ആ ഒരു കലാസൃഷ്ടി അത് ലേലത്തിൽ വെച്ച് ആ ലേലം ചെയ്ത തുക നേരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അത് നൽകുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വയനാട് നടന്ന ദുരന്തം അത് എല്ലാവരുടെയും മനസ്സിൽ വളരെയേറെ വിങ്ങലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി കേരളം ഒന്നാകെ കൈപിടിച്ച് ഒന്നിച്ച് മുന്നേറുകയാണ്. ആ ഒരു സമയത്താണ് ഡാവഞ്ചി സുരേഷ് ഇത്തരത്തിലൊരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. 7 കിലോമീറ്ററിലധികം വരുന്ന ആ ഒരു ദൂരം, ആ ദൂരത്തിലുള്ള ഒരു എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള അതിൻ്റെ ഒരു ചെറു രൂപമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതും സമാനമായ രീതിയിൽ പ്രളയത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ അത് ആർക്കെങ്കിലും നൽകി അതിൽ നിന്ന് ലഭിക്കുന്ന തുക അത് നേരെ വയനാട്ടുകാരെ സഹായിക്കുന്നതിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്മാനിക്കാനാണ്, അത് നൽകാനാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഈ കലാസൃഷ്ടി എന്ന് പറയുന്നത് ഏറെ പണിപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അതിനോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ നേരിട്ട് പോകാതെ ഈ മാധ്യമങ്ങളിലൂടെ കണ്ട ഒരു കാര്യങ്ങളെല്ലാം വെച്ചാണ് അദ്ദേഹം ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും ലിഷോയ്, അത് അതിനോട് തന്നെ അടുത്ത് നിൽക്കാവുന്ന രീതിയിൽ തന്നെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും താല്പര്യമുള്ളവരൊക്കെ സമീപിക്കുക, അതും നമ്മുടെ വയനാടിന് വേണ്ടിയിട്ട് കൂടിയാണ് എന്ന് പറയുകയാണ്.